Good morning, my dear students. Welcome to our next online class, that is നമ്മുടെ രണ്ടാമത്തെ, അതായത് ഞാൻ എടുക്കേണ്ടായിരുന്നത് പെർഫോമൻസ് അപ്രൈസലായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ് ടു അവർ സെക്കൻഡ് ക്ലാസ് എന്ന് പറയാനുള്ള റീസൺ കേട്ടോ. പെർഫോമൻസ് അപ്രൈസിൻ്റെ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ കണ്ടു, സെക്കൻഡ് ക്ലാസ് ആണിത്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഫസ്റ്റ് ക്ലാസ്. നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾ ഒന്നും കൂടി എന്ത് ചെയ്യുക, ആൻഡ് ദിസ് ക്ലാസ് നിങ്ങൾക്കറിയാലോ, ഒന്നുകൂടി നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നിങ്ങളതിനകത്ത്. പിന്നെ ഈ ക്ലാസ് സ്പെഷ്യലി ഫോർ അറിയാം ആർക്കാണ് S3 BCom കോർപ്പറേഷനും അതുപോലെ തന്നെ ഫിനാൻസ് രണ്ടുപേർക്കും ഉള്ള പേപ്പർ തന്നെയാണ്. അപ്പോൾ നമുക്കിത് തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറാം. ഓക്കെ, വൺസ് അഗെയിൻ ഐ വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ് ടു മൈ ഓൺലൈൻ ക്ലാസ്. ഓക്കെ, first we can discuss the topics that we have seen in the last class. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എന്താണ്, what we have been seen in the last class was what is performance appraisal. We have come to an introductionലേക്ക് വന്നു. Then we discussed about its meaning. അല്ലേ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാനത് ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളെ എന്ത് ചെയ്യണമെന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ആൻഡ് വി കം ടു എ ഡെഫിനേഷൻ ഓഫ് ഐ തിങ്ക് ഇറ്റ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് എഡ്വിൻ ബി ഫ്ലിപ്പോ ആൻഡ് ഡെയിൽ യോഡർ, അല്ലേ, അവരുടെ ഡെഫിനേഷൻ കണ്ടു. ആൻഡ് വി ഹാവ് സീൻ what is the objectives of performance appraisal. Then we discussed about the importance and we have discussed the process of performance appraisal. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 4 സ്റ്റെപ്സ് അല്ലേ നമ്മൾ പറഞ്ഞത്, ഓർമ്മയുണ്ടോ ഏതൊക്കെയാണെന്നുള്ളത്? ദാറ്റ് ഈസ് പ്ലാനിംഗ് ഫേസ്, അസസ്മെൻറ്റ് ഫേസ്, കമ്പാരിസൺ ഫേസ് ആൻഡ് റിവ്യൂ ഫേസ്. ആൻഡ് we have also discussed about the key factors considered in performance appraisal. Okay, but today we are going to see what are the different methods of performance appraisal. ഏതൊക്കെയാണ് പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്നുള്ളതാണ് നമ്മൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ക്ലിയർ? അപ്പോൾ ഞാൻ ഇവിടെ സ്ലൈഡ് നോക്കാം. മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. എന്താണ് ഈ പെർഫോമൻസ് അപ്രൈസൽ? അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തോ എഴുതുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒരു ഇൻട്രഡക്ഷൻ നമുക്ക് ആവശ്യമാണ്, അല്ലേ. പെർഫോമൻസ് അപ്രൈസൽ ടെക്നിക്സ് ആർ എയിംഡ് അറ്റ് റേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് ഒബ്ജക്റ്റീവ്ലി. അപ്പോൾ ഈ ആദ്യം വായിച്ചതൊക്കെ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ പറഞ്ഞത് തന്നെയായിരിക്കും. അപ്പോൾ ഇത് വെറുതെ നമ്മൾ മെഷർ ചെയ്യല്ല, ഇതിൻ്റേതായിട്ടുള്ള ചില ടെക്നിക്സുകളും മെത്തേഡ്സുകളുണ്ട്. അത് കണ്ടുപിടിക്കുക എന്ന് പറയണതാണ്, അല്ലെങ്കിൽ അതൊരു നല്ലൊരു ഇഫക്റ്റീവ് ടെക്നിക്ക് യൂസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, അല്ലേ. അപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ ടെക്നിക്സ് എന്തിനാണ്? അതായത് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് റേറ്റ് ചെയ്യാൻ. അതിനാണ് നമ്മൾ ഈ മെത്തേഡ്സ് അഥവാ ടെക്നിക്സ് രണ്ടും സെയിം തന്നെയാണ്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ മെത്തേഡ്സ് എന്ന് ചോദിക്കും, ചിലപ്പോൾ ടെക്നിക്സ് എന്ന് ചോദിക്കും. അപ്പോൾ പെർഫോമൻസ് എന്ത് ചെയ്യുന്നു? റേറ്റ് ചെയ്യുന്നു. പിന്നെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ്ലി. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് അറിഞ്ഞിരിക്കണം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സബ്ജക്റ്റീവ്ലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയില്ല. ഒബ്ജക്റ്റീവ്ലി എന്ന് പറയണമെങ്കിൽ ഒരു പേഴ്സണൽ ഇൻഫ്ലുവൻസുകളും ഇല്ലാതെ കറക്റ്റായിട്ട്, അതായത് എനിക്കിഷ്ടമുള്ള ഒരു എംപ്ലോയിയാണ്, അതുകൊണ്ട് ഞാൻ അയാൾക്ക് ഹൈ റേറ്റ് ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ അയാളോട് ഞാൻ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നില്ല എന്നൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതാണ് ഒബ്ജക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ. സബ്ജക്റ്റീവ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണൽ ഇൻഫ്ലുവൻസിൽ നടത്താം എന്നാണ്. അതായത് ഒരാളുടെ പറയണത് കൺസിഡർ ചെയ്തിട്ട് ചെയ്യും. ഇതങ്ങനെയല്ല. ഇവിടെ എംപ്ലോയീസിനെ എങ്ങനെ റേറ്റ് ചെയ്യുന്നത്? വളരെ ഒബ്ജക്റ്റീവ്ലിയാണ്. ഒരു പേഴ്സണൽ ഇൻഫ്ലുവൻസും ആരുടെയും ഇല്ലാതെ ആ എംപ്ലോയി യാഥാർത്ഥമായി എന്ത് ചെയ്യുന്നുവോ അത് തന്നെ എന്ത് ചെയ്യുന്നു? റേറ്റ് ചെയ്യുന്നു. പിന്നെ എന്താണ് പറയുന്നത്? നെക്സ്റ്റ് പോയിന്റ്, പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് ഫോർ എംപ്ലോയീസ് ആർ ഓൾവേസ് നെസസറി ടു അണ്ടർസ്റ്റാൻഡ് ദെയർ റിലേറ്റീവ് മെറിറ്റ്സ് ആൻഡ് കോമ്പിറ്റൻസീസ്. ഇപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്, അപ്പോൾ നമ്മൾ 4 സ്റ്റേജ് പഠിച്ചു, അല്ലേ. അത് എന്തിനാണെന്നുണ്ടെങ്കിൽ അവരുടെ മെറിറ്റ്സുകൾ എന്തൊക്കെയാണ്? മെറിറ്റ്സ്, യു നോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് മെറിറ്റ്സ്, അല്ലേ. ആൻഡ് കോമ്പിറ്റൻസീസ്. നമ്മുടെ കോമ്പിറ്റൻസീസ് എന്നുണ്ടെങ്കിൽ അവരുടെ കഴിവുകൾ. ഓഫ് ഈച്ച് എംപ്ലോയി ഇൻ ദി ഓർഗനൈസേഷനിലെ ഓരോ എംപ്ലോയിക്കും എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്. ആൻഡ് പിന്നെന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് ഇറ്റ് ഈസ് നെസസറി. അപ്പോൾ നമ്മൾ മെത്തേഡ്സിലേക്ക് പതുക്കെ വരികയാണ് കേട്ടോ. അപ്പോൾ നോക്കി നോക്കാം. ഇറ്റ് ഈസ് നെസസറി ടു അഡോപ്റ്റ് എ പ്രോപ്പർലി ഓർഗനൈസ്ഡ് ആൻഡ് സ്ട്രക്ചേർഡ് ഇവാലുവേഷൻ ടെക്നിക് ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ ഈ പർപ്പസിന് വേണ്ടി നമ്മൾ, അതായത് ഈ പറയുന്ന ഒബ്ജക്റ്റീവ്ലി റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ മെറിറ്റ്സ് ആൻഡ് കോമ്പിറ്റൻസീസ് അറിയണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം എന്നാണ് പറയണത്? നമുക്ക്
നല്ലൊരു ഇവാലുവേഷൻ, അത് വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കണം, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ടെക്നിക്ക് നമ്മൾ എടുക്കണം. അങ്ങനെ എടുത്താൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, ഇറ്റ് ഹെൽപ്സ് ടു ഇൻറ്റഗ്രേറ്റ് ദ ഇൻഡിവിജ്വൽ പെർഫോമൻസ് വിത്ത് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ എന്താണ്, നല്ലൊരു ടെക്നിക്കാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാന്നാണ് പറയുന്നത്, കറക്റ്റായിട്ട് മെഷർ ചെയ്യാം. അതായത് ഇൻഡിവിജ്വലിൻ്റെ പെർഫോമൻസ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവുമായി ചേർന്ന് പോകുന്ന രീതിയിലാണോ, അല്ലാണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ എംപ്ലോയീസ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. ദേ ഷുഡ് ഓൾവേസ് ഫോക്കസ് ഓൺ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ അതനുസരിച്ചതാണോ അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്, എന്താണ് രണ്ടും കൂടി ചേർന്ന് പോകണം. ഇൻഡിവിജ്വൽ പെർഫോമൻസും ഓർഗനൈസേഷൻ, ഇൻഡിവിജ്വലിൻ്റെ പെർഫോമൻസ് ഇറ്റ് ഷുഡ് ഓൾവേസ് ടുവേർഡ്സ് ദി അറ്റൈൻമെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ അതനുസരിച്ചാണോ പോകുന്നതെന്ന് അറിയാനായിട്ട് ഈ എന്ത് ചെയ്യുന്നുണ്ട്, ദിസ് മെത്തേഡ്സ് ഓഫ് അല്ലെങ്കിൽ ഈ ടെക്നിക്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ സഹായിക്കുന്നു. ഓക്കെ, ഇനി എന്താണ് അതിനെക്കുറിച്ച് പറയണത്, ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. കണ്ടോ, നിങ്ങൾക്ക് തന്നെ അതിനകത്ത് വായിച്ചു കഴിഞ്ഞാൽ കിട്ടും. എംപ്ലോയിയുടെ പെർഫോമൻസ് റീവാല്യൂ ചെയ്യുക അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക, അപ്രൈസൽ നടത്താമെന്നൊക്കെ പറഞ്ഞാൽ സെയിം മീനിങ് തന്നെയാണ് കേട്ടോ. റീവാല്യൂ ചെയ്യുക ഉള്ളത് എല്ലാ കൊല്ലവും ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും, അതാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ റീവാലുവേഷൻ റിസൾട്ട്സ് എന്നൊക്കെ നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട്സിൽ പറയില്ലേ. അപ്പോൾ വീണ്ടും മൂല്യം അവരുടെ നോക്കാനായിട്ട് പല മെത്തേഡ്സുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഓരോ മെത്തേഡിനും എന്തുണ്ട്, ഇറ്റ്സ് ഓൺ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. അതിന് ഓരോന്നിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഒരെണ്ണം നമുക്ക് ഒരു പക്കാ പെർഫെക്റ്റ് മെത്തേഡ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. എന്താണ് പക്ഷേ എന്താ പറയണത്, ദ മെത്തേഡ് അഡോപ്റ്റഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നീഡ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ ഒരു മെത്തേഡ് ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്, ആ ഓർഗനൈസേഷൻ്റെ നീഡ്സ് എന്താണ് ആ ഓർഗനൈസേഷൻ ആവശ്യം, എങ്ങനെയുള്ള അപ്രൈസലാണ് ആവശ്യം എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ എങ്ങനെയാണ് നോക്കേണ്ടത്, അപ്പോൾ ഒന്ന് നീഡ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ നോക്കണം. ആൻഡ് ദി ടൈപ്സ് ഓഫ് ജോബ്സ്, എന്ത് തരമുള്ള ജോലിയാണ് എംപ്ലോയീസ് ചെയ്യുന്നത്. അവരൊരു എന്താണ് പറയുന്നത്, ഒരു കമ്പനി വർക്കിങ്ങിലാണോ, ഒരു ഓഫീസ് ജോബിലാണോ, എന്തെങ്കിലും ടാർഗറ്റ് ബേസിസിൽ ജോലി ചെയ്യുന്നവരാണോ, അപ്പോൾ ആ എന്ത് തരം ജോബാണെന്ന് നോക്കണം. ആൻഡ് ദി എംപ്ലോയീസ് പെർഫോമിങ് പിന്നെ മൂന്നാമത് ആരെ നോക്കണം, അത് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു കൺസിഡർ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ തീരെ എന്താണ് പറയുക, ബട്ട് അത്ര സ്മാർട്ടല്ലാത്ത ഒരു എംപ്ലോയീസൊക്കെ ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അവർ എങ്ങനെയാണോ അത് പെർഫോം ചെയ്യുന്ന എംപ്ലോയി എങ്ങനെയാണോ അയാളുടെ കഴിവിനനുസൃതമായിട്ടാണോ അയാൾ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു ആവറേജ് കുട്ടിയോട് ഫസ്റ്റ് റാങ്ക് ഒക്കെ വാങ്ങിക്കാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ലേ. അതേസമയം നല്ലൊരു ഹൈ ഐക്യു ലെവലുള്ള ഒരു കുട്ടിയോട് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഡിഫിക്കൾട്ട്, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ദാറ്റ് ഈസ് എ പെർഫോമൻസ് അപ്രൈസലിനുള്ള മെത്തേഡ്സുകളായാലും ഓർ ടെക്നിക്സുകളായാലും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ? അടുത്ത സ്ലൈഡിലേക്ക് പോകാം. എന്താണെന്നാണ് പറയുന്നത് ഇനി, ദ മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറീസ്. അവിടെ ഞാൻ വേറൊരു കളറിൽ കാണിച്ചു തന്നിട്ടുണ്ട്. 2 കാറ്റഗറീസിലാണ് പെർഫോമൻസ് അപ്രൈസൽ. അപ്പോൾ നമുക്ക് പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ്സിലേക്ക് നമ്മൾ വരികയാണ്. ഇനി അതിന് നമുക്ക് എന്ത് ചെയ്യാന്നാണ് പറയുന്നത്, 2 കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ക്ലിയർ? അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഒരു ഈ ട്രഡീഷണൽ മെത്തേഡ് എന്നുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ ടെക്നിക്സ് യൂസ് ചെയ്യണമെങ്കിൽ ട്രഡീഷണൽ ടെക്നിക്സ് യൂസ് ചെയ്യാം. രണ്ടാമത് നമുക്ക് വരാം, എന്താണ് ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദിസ് മെത്തേഡ് എയിം അറ്റ് ഓവറോൾ ഇവാലുവേഷൻ ഓഫ് എംപ്ലോയീസ് വിത്ത് റിഗാർഡ് ടു ദെയർ പാസ്റ്റ് പെർഫോമൻസ് ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ട്രഡീഷണൽ മെത്തേഡ്സിൽ ട്രഡീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, അതായത് കുറച്ച് കാലങ്ങളായി യൂസ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ ട്രഡീഷണൽ എന്ന് പറയുക അല്ലേ. ട്രഡീഷണൽ വേ ഓഫ് ഡൂയിങ് സം തിങ്സ് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ചെയ്യുന്ന ചില എന്താണ് നമ്മൾ കുറച്ച് ട്രഡീഷണൽ ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളീയരെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ നമ്മൾ വളരെ ട്രഡീഷണൽ ആണ്. എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ പൂർവികർ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ ഫോളോ ചെയ്യും. അപ്പോൾ അതേപോലെയുള്ള ആ ഒരു മീനിങ്ങിൽ എടുക്കാം ട്രഡീഷണൽ മെത്തേഡ്. ഈ മെത്തേഡ്സിൽ എങ്ങനെയാണ് ഒരു എംപ്ലോയിനെ വാലുവേറ്റ് ചെയ്യുന്നത്, വിത്ത് റിഗാർഡ് ടു ദെയർ പാസ്റ്റ് പെർഫോമൻസ്. കണ്ടോ, അവർ ട്രഡീഷൻ എന്താണ്, കഴിഞ്ഞ കൊല്ലം അവരെന്താണ് ചെയ്തിരുന്നത്, അതിന് മുന്നത്തെ വർഷം അവരെങ്ങനെയാണോ അവർ പെർഫോം ചെയ്തിരുന്നത് അതിൻ്റെ ബേസിസിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രഡീഷണൽ മെത്തേഡ്സ്. ക്ലിയർ? അപ്പോൾ ഒരുപാട് ട്രഡീഷണൽ മെത്തേഡ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന സ്ലൈഡ്സിൽ കാണാം. നമുക്ക് അത് മാത്രമല്ല ഓരോന്നും നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോകാനുണ്ട്. ഓൾമോസ്റ്റ് ഒരു 10 ട്രഡീഷണൽ മെത്തേഡ്സുകൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് രണ്ടാമത്തെ ആദ്യത്തെ ബ്രോഡ് കാറ്റഗറി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ട്രഡീഷണൽ മെത്തേഡ് ആയിരുന്നു. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് മോഡേൺ മെത്തേഡ്. നമ്മളൊക്കെ മോഡേൺ ജനറേഷനിലുള്ളവരാണെന്ന് പറയില്ലേ, അതായത് അടുത്ത കാലത്തൊക്കെ ആയിട്ട് യൂസ് ചെയ്തു പോരുന്ന മെത്തേഡ്സുകളുണ്ട്. അപ്പോൾ മോഡേൺ മെത്തേഡ്സ് എന്നും പറയും, അതിനെ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് മെത്തേഡ്സ് എന്നും പറയും. ദ മോഡേൺ മെത്തേഡ്സ് ഓർ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് മെത്തേഡ്സ് എയിം അറ്റ് ഇങ്ങനെയാണ് ഇൻഡിവിജ്വൽ അപ്രോച്ച് ടു പെർഫോമൻസ് ഇവാലുവേഷൻ. അതായത് പെർഫോമൻസ് ഇവാലുവേഷനെ ഓരോ ഇൻഡിവിജ്വലും എങ്ങനെയാണോ അപ്രോച്ച് ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ എംപ്ലോയീസിനെ അഥവാ ഇൻഡിവിജ്വൽസിനെ
കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മെത്തേഡ്സുകളാണ്. അവരോട് ചോദിക്കും എങ്ങനെയാണ് നിങ്ങൾ ഇതിനോട്, നമ്മൾ ഇനിയിപ്പോൾ നിങ്ങളൊരു പ്രൊജക്റ്റിനൊക്കെ ചെയ്തു പോകുമ്പോൾ നിങ്ങൾ ഓരോ കമ്പനിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. ഒരു ഷീറ്റ് നിങ്ങൾക്ക് തന്നെ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. അത് ചെയ്യുമ്പോൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇവാലുവേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഓരോരുത്തരും അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്, അത് കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്യുന്ന മെത്തേഡ്സുകളാണ് മോഡേൺ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ആർ ഫോർവേഡ് ലുക്കിംഗ് ത്രൂ ഗോൾ സെറ്റിംഗ്. മാത്രമല്ല അതൊരു ഫോർവേഡ് ലുക്കിംഗ് അപ്രോച്ചാണ്. അതായത് അത് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഗോൾ സെറ്റിങ്ങിലേക്ക് പോകുന്നു. അല്ലാതെ ആദ്യം ഗോൾ സെറ്റ് ചെയ്തിട്ട് അവരോട് അതിലേക്ക് പോകാൻ പറയല്ല. ഓരോ ഇൻഡിവിജ്വലിൻ്റെയും അപ്രോച്ച് എങ്ങനെയാണെന്ന് ചോദിച്ച് അതുവഴി എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ഒബ്ജക്റ്റീവ് അഥവാ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് ഒന്നുമല്ല, അവരുടെ ടാർഗറ്റ് അഥവാ അവരുടെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. അങ്ങനെയുള്ള മെത്തേഡ്, അതായത് കൂടുതൽ അവിടെ എന്താണ്, എംപ്ലോയീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മെത്തേഡാണ് മോഡേൺ മെത്തേഡ്സ്. ക്ലിയർ? അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ട്രഡീഷണൽ മെത്തേഡ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. കണ്ടോ, അപ്പോൾ ട്രഡീഷണൽ മെത്തേഡ് നമ്മൾ പറഞ്ഞു പാസ്റ്റ് പെർഫോമൻസ് നോക്കി റേറ്റ് ചെയ്യുന്ന മെത്തേഡുകളാണ് ട്രഡീഷണൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ പറയുന്ന ഓരോ മെത്തേഡുകളും ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. അതിൽ ഫസ്റ്റ് പറയണതാണ് റേറ്റിംഗ് സ്കെയിൽ, സെക്കൻഡ് ഈസ് ചെക്ക് ലിസ്റ്റ്, തേർഡ് ഈസ് ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ഫോർത്ത് ഈസ് ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡ്, fifth is behaviorally anchored rating scale. The sixth one is performance test and observation. The seventh one is confidential records. The eighth one is essay method. Ninth one is cost accounting method. And the 10th one is group appraisal. കണ്ടോ, നമ്മൾ പറഞ്ഞ നമ്പർ ഇട്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ അവിടെ 5 എണ്ണം ഇവിടെ 5 അങ്ങനെ 2 സ്ലൈഡിലായിട്ട് 10 മെത്തേഡ്സ് ഓഫ് 10 ട്രഡീഷണൽ മെത്തേഡ്സുകൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇത് ഞാൻ പറയുന്നു, നമുക്ക് ഇത് പേരുകൾ മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വീണ്ടും പറയുകയാണ്, നമുക്ക് ഓരോന്നും എന്താണെന്ന് അറിയണം. അപ്പം ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ചെറിയ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഈ ഓരോ മെത്തേഡുകളും നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയിട്ട് അതിന് ചിലതിൻ്റെയൊക്കെ എന്താണ് ഈ മെത്തേഡുകളിൻ്റെ ഇമേജസ് നിങ്ങൾക്ക് കിട്ടും. പറ്റുന്നത് ഞാൻ എൻ്റെ സ്ലൈഡ്സിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കും, അല്ലാത്ത യു ഹാവ് ടു സെർച്ച് കേട്ടോ. കിട്ടിയില്ലെങ്കിൽ എന്നെ അറിയിച്ചാൽ നമുക്കത് ചെയ്യാം. അതായത് അതിൻ്റെ ഫോർമാറ്റുകളൊക്കെ എങ്ങനെയായിരിക്കും, അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു റേറ്റിംഗ് സ്കെയിൽ, അപ്പോൾ അതെങ്ങനെയാണ് റേറ്റിംഗ് സ്കെയിലിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയായിരിക്കും, അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് നോക്കാം, വരും ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. ആൻഡ് മോഡേൺ മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു അല്ലേ. മോഡേൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ അപ്രോച്ച് എങ്ങനെയാണ് ഒരു ഇവാലുവേഷൻ നടത്തേണ്ടത്, അത് ഇൻഡിവിജ്വലിൻ്റെ ഒരു ഇത് വെച്ചുകൊണ്ട് ഇൻഡിവിജ്വലിൻ്റെ അപ്രോച്ച് നോക്കിക്കൊണ്ട് ചെയ്യുന്ന മെത്തേഡ്സുകളാണ് മോഡേൺ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് 4 മെത്തേഡ്സ്. അതിനകത്ത് മോഡേൺ മെത്തേഡ്സിൽ 4 ടെക്നിക്സ് അഥവാ മെത്തേഡ്സുകളാണ് പറയുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ യു ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത്. നിങ്ങൾ സെക്കൻഡ് സെമ്മിലോ ഫസ്റ്റ് സെമ്മിലോ നിങ്ങൾ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്, ദാറ്റ് ഈസ് നിങ്ങളുടെ ഇതിൽ മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്സിൽ നിങ്ങളുടെ ബികോമിൻ്റെ പേപ്പറിൻ്റെ പേര് എനിക്ക് അത്ര ഓർമ്മയില്ല, മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്നതാണ് BBAക്ക്. അതിൻ്റെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അതിൽ MBO എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് ഓൾറെഡി യു ആർ ഫെമിലിയർ വിത്ത് ആണ് എന്ന് വെച്ചിട്ട് ഞാൻ എടുക്കാണ്ട് പോകുന്നില്ല, നിങ്ങൾക്കത് അറിയാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ഈസ് MBO എന്നുള്ള മെത്തേഡ് ഉണ്ട്, സെക്കൻഡ് ഈസ് സൈക്കോളജിക്കൽ അപ്രൈസൽ ഉണ്ട്, തേർഡ് ഈസ് അസസ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്, ആൻഡ് ദ ഫോർത്ത് മെത്തേഡ് ദാറ്റ് ഈസ് മോഡേൺ മെത്തേഡ് എന്ന് പറയുന്നത് 360-degree അപ്രൈസലാണ്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് 4 മോഡേൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഇതിൻ്റെ ട്രഡീഷണൽ മെത്തേഡ്സ് ആയാലും ശരി മോഡേൺ മെത്തേഡ്സ് ആയാലും ശരി ഇതിൻ്റെയൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഇൻ ഡീറ്റെയിലേക്ക് പോകണം. അപ്പോൾ മോഡേൺ മെത്തേഡ്സ് അവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്തിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് ഫസ്റ്റ് പോകാം, ട്രഡീഷണൽ മെത്തേഡ്സിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോകാം. Okay, now let us discuss in detail the various traditional methods of techniques used for measuring the performance evaluation or performance appraisal. അതിൽ ഫസ്റ്റ് വൺ ആണ് റേറ്റിംഗ് സ്കെയിൽ അല്ലേ. നമ്മളൊരു സ്ലൈഡിൽ കണ്ടതാണ്, കുറേ ടെക്നിക്സുകൾ ട്രഡീഷണൽ മെത്തേഡ്സിലുണ്ട്. അതിലൊന്ന് ഫസ്റ്റ് ആണ് റേറ്റിംഗ് സ്കെയിൽ. എന്താണ് റേറ്റിംഗ് സ്കെയിലിനെ കുറിച്ച് പറയുന്നത്? റേറ്റിംഗ് സ്കെയിൽ വിത്ത് ന്യൂമറിക്കൽ വാല്യൂ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ്. അതായത് എന്തായിരിക്കും ഈ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞ ടെക്നിക്കൽ എങ്ങനെയാണെന്നുവെച്ചാൽ ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടായിരിക്കും. ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ആ നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്, അതായത് കറക്റ്റ് പറയണമെങ്കിൽ നമ്മൾ മാർക്ക് ഇട്ട് കൊടുക്കുന്ന പോലെ ഉള്ള ഒരു ടെക്നിക്കാണ് ഈ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അതനുസരിച്ച് അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. Under this
ഡിഫറെൻറ്റ് വേരിയബിൾസ് റിലേറ്റഡ് ടു ജോബ്സ് ലൈഫ്. ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഇനി ഇവർക്ക് വാല്യൂ അല്ലെങ്കിൽ ഇവർക്ക് ഒരു മാർക്ക് ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിലെടുക്കുന്ന ക്രൈറ്റീരിയാസ്? ഔട്ട്പുട്ട് നോക്കും. അവരെത്രയാണ് അവർ ജോലി ചെയ്തിട്ട് അവരെത്രയാണ് അവർ വിചാരിച്ച ഔട്ട്പുട്ട് തന്നിട്ടുണ്ടോ? ദർ ക്വാളിറ്റി ഓഫ് ദി വർക്ക്, ഒരു വർക്കിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്? ഡിപ്പെൻഡബിലിറ്റി, എത്രമാത്രം അവർ ഇവിടുത്തെ കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട്? അറ്റൻഡൻസ് അല്ലെ, ഇപ്പൊ നിങ്ങൾക്ക് അറ്റൻഡൻസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. നിങ്ങൾ അറ്റൻഡൻസ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങളൊരു വാലുവേഷൻ ആണത്. ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്നത് അറ്റൻഡൻസ് നോക്കിയിട്ടാണ് നിങ്ങൾ ഇന്റേണൽ മാർക്ക് ഇടുക. അപ്പൊ അതേപോലെ തന്നെ അവർ അറ്റൻഡൻസ് നോക്കും. their attitude towards the work, towards the organization, towards their peer worker, ഇതൊക്കെ നോക്കും. ഇനീഷ്യേറ്റീവ്, അവരെത്രമാത്രം ഇനീഷ്യേറ്റീവ്, എത്രമാത്രം അവർ എന്താണ് കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരുന്നു, ഇങ്ങനെയുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് എടുക്കും. എക്സെട്ര ആർ റേറ്റഡ് ഓൺ ന്യൂമറിക്കൽ സ്കെയിൽ. ഇതൊക്കെ നോക്കിയിട്ടാണ്, ഇത് ന്യൂമറിക്കൽ സ്കെയിലിൽ ഇതൊരു ഷീറ്റ് ഓഫ് പേപ്പർ ആണെന്ന് വിചാരിക്കുക. അതിനകത്ത് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട്, ക്വാളിറ്റി ഓഫ് വർക്ക്, ഡിപ്പെൻഡബിലിറ്റി, അറ്റൻഡൻസ്, ആറ്റിറ്റ്യൂഡ്, ഇനീഷ്യേറ്റീവ്, എക്സെട്ര അങ്ങനെ കുറേ ക്രൈറ്റീരിയാസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന്റെ നേരെ എന്ത് ചെയ്യുന്നു? അവർക്കൊരു മാർക്ക് ഇട്ട് കൊടുക്കുന്നു. ക്ലിയർ? ആ മാർക്ക് വരുന്നത് അനുസരിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? അവരെ റേറ്റ് ചെയ്യണത്. അപ്പൊ അതാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇത് ആദ്യം അവരുടെ പാസ്റ്റ് പെർഫോമൻസ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ ഇത് ട്രഡീഷണൽ മെത്തേഡ് അല്ലേ, പാസ്റ്റ് പെർഫോമൻസ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യണത്? ഈ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി ഇതിനെന്താണ് ഇതിൻ്റെതായിട്ടുള്ള ചില അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. ഭയങ്കര ഡീറ്റെയിൽ ഒന്നും എന്നിട്ട് നമുക്ക് ഓരോ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഞാനതൊന്ന് വേർതിരിച്ചുകൊണ്ട് എടുത്തിട്ടുണ്ട്. ഈ റേറ്റിംഗ് സ്കെയിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ ഈ പറയുന്ന ക്വാളിറ്റീസോ ആട്രിബ്യൂട്ട്സോ അല്ലെങ്കിൽ ഈ ക്രൈറ്റീരിയാസോ എഴുതി നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കുന്നു. ഒരു പ്രിന്റ്, അതിൻ്റെ ഒരു പ്രിന്റ് എടുത്താൽ പിന്നെ കോപ്പീസ് എടുക്കുക അല്ലെ. അത് എന്ത് ചെയ്യുന്നു? ഒന്നെങ്കിൽ അവരോട് ഫില്ല് ചെയ്ത് തരാൻ പറയുന്നു, അല്ലെങ്കിൽ എപ്പോഴൊരു മനസ്സിലാക്കുക എപ്പോഴും അതിനൊരു റേറ്റർ ഉണ്ടായിരിക്കും. HR ഡിപ്പാർട്ട്മെന്റ് അകത്ത് ഇതിന് വേണ്ടി ഒരാളെ അപ്പോയിന്റ് ചെയ്തിരിക്കും. അവരാണിത് ചെയ്യുക. അപ്പൊ ഇത് വളരെ ഈസിയാണ് അപ്ലൈ ചെയ്യാനായിട്ട്. അണ്ടർസ്റ്റുഡ് ബൈ ഓൾ, എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ഇത് നമ്മുടെ ഓൺ റീജിയണൽ ലാംഗ്വേജിൽ ചെയ്യണമെങ്കിൽ റീജിയണൽ ലാംഗ്വേജിൽ ചെയ്യാം. കാരണം എന്താണ്, എംപ്ലോയീസ് ആണ്, എല്ലാവർക്കും ചിലപ്പോൾ ഇംഗ്ലീഷ് ഒന്നും അറിയണമെന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഏതാണ് അതാത് റീജിയൻസ്, ഇപ്പൊ നമുക്ക് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ ചെയ്യാം. ആൻഡ് ലെസ് കോസ്റ്റ്ലി ഓഫ് കോഴ്സ് അല്ലെ, അത്ര വലിയ ചിലവ് വരുന്ന കാര്യങ്ങളൊന്നുമല്ല. കാരണം ഇത് പേപ്പറിലൊന്ന് ചെയ്ത് പ്രിന്റ് എടുക്കുക, എത്ര പൈസയിലേ അതിനകത്ത് വരുന്നുള്ളൂ. അപ്പൊ ഇതാണ് റേറ്റിംഗ് സ്കെയിലിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് എടുത്ത് പറയാവുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് 3 പോയിന്റ് ആയിട്ട് എഴുതാം. ഇറ്റ് ഈസ് ഈസി ടു അപ്ലൈ. 1, ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ബൈ ഓൾ. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് വെരി എന്താണ് കോസ്റ്റ് ഇഫക്റ്റീവ് എന്ന് എഴുതിയ 3 പോയിന്റ്സുകളായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി എന്താണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ദ ഇമ്പോർട്ടന്റ് ലിമിറ്റേഷൻ ഓഫ് ദിസ് മെത്തേഡ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് സബ്ജക്ട് ടു ബയാസ്ഡ് ജഡ്ജ്മെന്റ് ബൈ ദ റേറ്റർ. അതാണ് അതിന്റെ വലിയൊരു ലിമിറ്റേഷൻ ഈ റേറ്റിംഗ് സ്കെയിലിനുണ്ട്. അതായത് വൺ ഹു റേറ്റ്സ്, അതാണ് റേറ്റർ എന്ന് പറയുന്നത്. ആരാണോ ഈ മാർക്ക് ഇടുന്നത് അവരെയാണ് നമ്മൾ റേറ്റർ എന്ന് പറയുന്നത്. അതിനകത്ത് ബയാസ്ഡ് ജഡ്ജ്മെന്റ് ഉണ്ടാവാൻ സാധ്യത. ബയാസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അയാളുടെ ഒരു പേഴ്സണൽ ഇൻഫ്ലുവൻസ്, കുറച്ച് കള്ളത്തരങ്ങളൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ക്വാളിറ്റിയുടെ നേർക്ക് അയാൾ കുറച്ചൊരു ആവറേജ് ആണെങ്കിലും ഗുഡ് എന്ന് മാർക്ക് ചെയ്യും. ഇനിയിപ്പോൾ ആറ്റിറ്റ്യൂഡിന്റെ അയാൾ അത്ര നല്ല ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് എംപ്ലോയിക്ക് ഉള്ളത്, പക്ഷെ റേറ്റർക്ക് അയാളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം? അവിടെ ഗുഡ് എന്ന് അല്ലെങ്കിൽ എബവ് ആവറേജ് എന്നൊക്കെ മാർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു റേറ്റിംഗ് സ്കെയിലിന്റെ വളരെ ഈസി ആണെങ്കിൽ പോലും അതിന്റെ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ബയാസ്ഡ് ജഡ്ജ്മെന്റ് അതിനകത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ക്ലിയർ ആയോ റേറ്റിംഗ് സ്കെയില്? ഓൾമോസ്റ്റ് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ്. ഓക്കെ, ഇനി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റേറ്റിംഗ് സ്കെയിലിനകത്ത് ഇറ്റ് റേഞ്ചസ് ഫ്രം എക്സലന്റ് ടു പുവർ വിത്ത് വാല്യൂസ് ഇൻ ദി ഡിസെൻഡിങ് ഓർഡർ. ഇതിനകത്ത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഈ ക്രൈറ്റീരിയ കൊടുക്കുക എങ്ങനെയാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്വാളിറ്റി എന്നുള്ളതാണ് കൊടുക്കുന്നതെങ്കിൽ ക്വാളിറ്റിയുടെ നേരെ ഇപ്പൊ ക്വാളിറ്റി എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിൽ ദാറ്റ് ഈസ് കോളം വൈസ് ആയിട്ട് റോ വൈസ് ക്വാളിറ്റി കൊടുത്ത് കോളം വൈസ് ഇങ്ങനെ കൊടുക്കും. അതായത് എക്സലന്റ്, എന്താണ് ആവറേജ്, പുവർ, ഗുഡ്, പുവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇങ്ങനെ ക്രൈറ്റീരിയാസ് കൊടുത്തു പോകും. അപ്പൊ അങ്ങനെയാണ് ഇതിൽ ഡിസെൻഡിങ് ഓർഡറിലാണ് വരിക. ദാറ്റ് ഈസ് എങ്ങനെ താഴത്തെ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മള് 1 to 10 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ അസെൻഡിങ് ഓർഡർ ആണ്. 10 to 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസെൻഡിങ് ഓർഡർ. അപ്പൊ അതാണ് എക്സലന്റ് ആദ്യം കൊടുക്കും, ഏറ്റവും ലോ ആയിട്ടുള്ളത് പുവർ എന്നുള്ളത് ലാസ്റ്റും കൊടുക്കും. അപ്പൊ അതാണ് ഈ ഒരു റേറ്റിംഗ് സ്കെയിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈച്ച് സ്കെയിൽ റേഞ്ചസ് ഫ്രം എക്സലന്റ് ടു പുവർ വിത്ത് വാല്യൂസ് ഇൻ ദി ഡിസെൻഡിങ് ഓർഡർ. വാല്യൂസ് ഡിസെൻഡിങ് ഓർഡറിലാണ്. അതായത്
എന്താണ് 10 എന്നുള്ളത് ആദ്യം അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യും, കുറഞ്ഞു കുറഞ്ഞു വരുന്ന രീതിയിലായിരിക്കും ആ റേറ്റിംഗ് സ്കെയിലിനകത്ത് മാർക്കുകൾ കൊടുത്തിട്ടുണ്ടാകുക. ക്ലിയർ? ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻട്രാക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ അപ്പോഴേക്കൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഇനി അതിന് രണ്ടാമത്തെ ട്രഡീഷണൽ മെത്തേഡാണ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, നമ്മൾ ചെക്ക് ചെയ്യുക, ഇന്ന സാധനം ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്ത് പോവുക. അപ്പോൾ അതാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് എ ചെക്ക് ലിസ്റ്റ് ഓഫ് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു ദ ട്രേറ്റ്സ് ഓഫ് ദി എംപ്ലോയീസ് ഈസ് പ്രിപ്പയർഡ്. ഈ മെത്തേഡിൽ എങ്ങനെയാണെന്നാണ് പറയുന്നത്, ഒരു കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ തയ്യാറാക്കും, സ്ട്രക്ചർ ആയിട്ടുള്ള കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ്, വെറുതെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ല, അത് തയ്യാറാക്കും. അത് എന്തിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് തയ്യാറാക്കുന്നത്, എംപ്ലോയീസിന്റെ ട്രേറ്റ്സിനെ കുറിച്ച്, അതായത് എംപ്ലോയീസിന്റെ ക്വാളിറ്റി, അതാണ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചുള്ള ചില ക്വസ്റ്റ്യൻസുകൾ, കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ തയ്യാറാക്കും. ആ തയ്യാറാക്കുന്ന ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പേപ്പർ അല്ലെങ്കിൽ ആ ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്, ദീസ് ക്വസ്റ്റ്യൻസ് ആർ ആൻസേർഡ് വിത്ത് യെസ് ഓർ നോ. വേറെ ഒന്നും അതിനകത്ത് എഴുതാണ്ടാവില്ല. ഒരു ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് വെദർ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെദർ ദി എംപ്ലോയി ഈസ് ഓൺ ടൈം ഓൺ വർക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ് ഓർ നോ, അവിടെ ഞാൻ നേരം വൈകി അതുകൊണ്ട് അങ്ങനെയുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻസും വേണ്ട. ആള് കൃത്യസമയത്ത് ഓഫീസിൽ എത്തുന്നുണ്ടെങ്കിൽ യെസ്, എത്തുന്നില്ലെങ്കിൽ നോ. ക്ലിയർ? അപ്പൊ എങ്ങനെയായിരിക്കും ഇതിലെ ക്വസ്റ്റ്യൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ചെക്ക് ലിസ്റ്റ് എപ്പോഴും അഡ്മിനിസ്ട്രേർഡ് ബൈ ആൻ ഇൻഡിപെൻഡന്റ് റൈറ്റർ. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം കേട്ടോ. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, അതായത് ഇവരുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത, തീർത്തും വ്യത്യസ്തനായ, അവരായിട്ട് വലിയ കണക്ഷനൊന്നും ഇല്ലാത്തൊരു റൈറ്റർ ആയിരിക്കും ഈ ചെക്ക് ലിസ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. ക്ലിയർ? അപ്പൊ അദ്ദേഹം വരുന്നു, ഇവരോട് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, യെസ് ആണെന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്യുന്നു, നോ ആണെന്നുണ്ടെങ്കിൽ നോ ടിക്ക് ചെയ്തു പോകുന്നു. ക്ലിയർ? അപ്പൊ അത് വളരെ ഒരു എന്താ പറയാ, ഡിസ്ക്രിപ്റ്റീവ് നേച്ചർ ഉള്ളതൊന്നുമല്ല, വളരെ എന്താണ്, ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുക. എന്താണ് ഈ ചെക്ക് ലിസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്? ചെക്ക് ലിസ്റ്റിനകത്ത് 3 തരത്തിലുള്ള ചെക്ക് ലിസ്റ്റുകളാണ് ഉണ്ടാവുക, നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് ദാറ്റ് ഈസ് സിമ്പിൾ ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും, വെയ്റ്റഡ് ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും, ഫോഴ്സ്ഡ് ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. 3 തരത്തിലുള്ള ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഫസ്റ്റ് എന്താണ് പറയുന്നത്, ഇൻ ദ സിമ്പിൾ ചെക്ക് ലിസ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു എംപ്ലോയി ട്രേറ്റ്സ് ഹാവ് ഈക്വൽ വെയിറ്റേജ്. ഇങ്ങനെയായിരിക്കും, ഏറ്റവും സിംപിളസ്റ്റ് ആണ് ആ സിംപിളസ്റ്റ് ചെക്ക് ലിസ്റ്റ്. അപ്പൊ ഈ 3 തരത്തിലുള്ള ഏത് ചെക്ക് ലിസ്റ്റുകൾ വേണമെങ്കിലും കമ്പനീസിനെ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അതിൽ സിമ്പിൾ ചെക്ക് ലിസ്റ്റിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ എംപ്ലോയിയുടെ ഓരോരോ ട്രേറ്റ്സ്, ക്വാളിറ്റീസ് ഉണ്ടാവില്ല, ആ എല്ലാ ക്വാളിറ്റീസിനും ഒരേ വെയിറ്റേജ്, അതായത് ഒരേ മാർക്ക്, അത്ര നമ്മൾ മനസ്സിലാക്കണ്ടോ. ഇപ്പോൾ ദാറ്റ് ഈസ് അറ്റൻഡൻസിനാണെങ്കിലും 10, ആറ്റിറ്റ്യൂഡിനാണെങ്കിലും 10, അതിനൊക്കെ ഈക്വൽ വെയിറ്റേജ് കൊടുക്കും. ക്ലിയർ? അതാണ് സിമ്പിൾ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ചെക്ക് ലിസ്റ്റ്, വെയ്റ്റഡ് ചെക്ക് ലിസ്റ്റ്. ഇവിടെ വെയ്റ്റ്സ് ആർ അസൈൻഡ് ടു സ്റ്റേറ്റ്മെന്റ്സ് ബേസ്ഡ് ഓൺ ദെയർ ഇമ്പോർട്ടൻസ്. ക്ലിയർ? അതായത് ഓരോ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ഓരോ ക്വസ്റ്റ്യൻസ്, ഇവിടെ പറയുന്നത് ഓരോ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കുക, ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ഇമ്പോർട്ടൻസ് നോക്കിയിട്ട് അതിനെന്ത് ചെയ്യും, വെയിറ്റേജ് കൂടുതൽ, മാർക്ക് കൂടുതൽ കൊടുക്കും. അതാണ് വെയ്റ്റഡ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ അതില് ഫോർ എക്സാമ്പിൾ ക്വാളിറ്റി ഓഫ് വർക്കും അറ്റൻഡൻസും ഉണ്ട്. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക, ക്വാളിറ്റിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അറ്റൻഡൻസിനെ കുറിച്ചും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഓഫ് ദ വർക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ചിലപ്പോൾ 10 മാർക്ക് ആയിരിക്കും. രണ്ടാമത്തെ അറ്റൻഡൻസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ അതിന് 8 മാർക്ക് ആയിരിക്കും. കണ്ടോ, ഏതിനാണ് അവിടെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് അനുസരിച്ച് അതിനെന്ത് ചെയ്യും, കൂടുതൽ വെയ്റ്റ്സുകളോ മാർക്കുകളോ അസൈൻ ചെയ്യുന്ന ചെക്ക് ലിസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെയ്റ്റഡ് ചെക്ക് ലിസ്റ്റ്. ക്ലിയർ? ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ചെക്ക് ലിസ്റ്റ് ആണ് ഫോഴ്സ്ഡ് ചോയ്സ് ചെക്ക് ലിസ്റ്റ്. ഇവിടെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ 5 സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കും ഓരോ ട്രേറ്റിനെ കുറിച്ച്. ഇപ്പൊ ക്വാളിറ്റിയെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് 5 ക്വസ്റ്റ്യൻസുകൾ കൊടുത്തിട്ടുണ്ടാവും. അത് ആ ഫോർമാറ്റ് ആണ് കേട്ടോ. അപ്പൊ അതിൽ നമുക്ക് 3 or 4 ഒക്കെ ഒന്നും വെട്ടിച്ചുരുക്കാൻ പറ്റില്ല. ആ ഒരു ചെക്ക് ലിസ്റ്റ് അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. 5 സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ ഫോർ ഈച്ച് ട്രേറ്റ്. അപ്പൊ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ക്വാളിറ്റി ആണ്. ഇപ്പോൾ ഓൺ ടൈം എന്നുള്ള ഒരു ട്രേറ്റിനെ കുറിച്ചിട്ട് 5 ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കും. ദ റേറ്റർ ഈസ് റിക്വയർഡ് ടു സിലക്ട് 1 ഓൾട്ടർനേറ്റീവ് ഫ്രം ദീസ് ചോയ്സസ്. എന്നിട്ട് എന്ത് ചെയ്യും, റേറ്റർ ഒരു ഇൻഡിപെൻഡന്റ് റേറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അദ്ദേഹം എന്ത് ചെയ്യും, ഈ 5 ക്വസ്റ്റ്യനിൽ നിന്ന് ഏറ്റവും ഉചിതമായത് ഏതാണോ
അതൊരെണ്ണം എന്ത് ചെയ്യുന്നു, അത് സെലക്ട് ചെയ്ത് അതിനെന്ത് ചെയ്യുന്നു, വെയിറ്റുകൾ കൊടുത്തു പോരും അല്ലെങ്കിൽ മാർക്സ് കൊടുത്തു വരും. അതാണ് എന്തെന്ന് പറയുന്നത്, ഫോഴ്സ്ഡ് ചോയ്സ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്, ഒരു ക്വാളിറ്റിക്ക് തന്നെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ 5 ക്വസ്റ്റ്യനിൽ റേറ്റർക്ക് ഏതാണോ നല്ലതെങ്കിൽ അതൊരെണ്ണം എന്ത് ചെയ്യുന്നു, ഈ 5 നിന്ന് ഒരെണ്ണം എടുത്ത് എന്ത് ചെയ്യും, എംപ്ലോയീസിനോട് ചോദിച്ച് അതിന് മാർക്ക് ഇടുന്ന ടൈപ്പ് ഓഫ് ചെക്ക് ലിസ്റ്റ് ആണ് ഫോഴ്സ്ഡ് ചോയ്സ് ചെക്ക് ലിസ്റ്റ്. അവിടെ റേറ്റർ എന്താണ്, അയാളെ ഫോഴ്സ് ചെയ്യാണ്, ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ചോദിച്ചോ എന്ന രീതിയിൽ. അപ്പൊ അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ഒരു ക്രൈറ്റീരിയ വെച്ച് കൊടുക്കുകയാണ്, ഇതിൽ 5 ഒരെണ്ണം. അപ്പൊ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അതങ്ങനെ ഇത്ര തന്നെയാണല്ലോ കേട്ടോ. ഓക്കെ, ഇനി എന്താണ് അതിനെക്കുറിച്ച് വേറെ നമുക്ക് പറയാനുള്ളത്? അതിന്റെ അഡ്വാൻറ്റേജ് പറയുന്നത്, ദിസ് മെത്തേഡ് ഈസ് മോർ ഒബ്ജക്റ്റീവ് ആണ്. അതായത് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞു തന്നിരുന്നു, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പേഴ്സണൽ ബയാസും ഇല്ല. കാരണം ഒരു ഇൻഡിപെൻഡന്റ് റേറ്റർ ആണ്, ഈ എംപ്ലോയീസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു റേറ്റർ ആണ് അവിടെ വന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള പേഴ്സണൽ ബയാസുകളും അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫ്ലുവൻസുകളും വരാനുള്ള സാധ്യതയില്ല. അത് തന്നെയാണ് ഈ മെത്തേഡിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഏത് മെത്തേഡിന്റെയാണ്? ചെക്ക് ലിസ്റ്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് ഒന്ന് നോക്കി നോക്കിയേ, വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. ശരിയല്ലേ? ഒരു ക്വാളിറ്റിക്കെതിരെ തന്നെ 5 ക്വസ്റ്റ്യൻസ്, ആ 5 ക്വസ്റ്റ്യനിൽ നിന്ന് ഇൻഡിപെൻഡന്റ് റേറ്റർ ഒരെണ്ണം സെലക്ട് ചെയ്യണം. അപ്പൊ അതൊക്കെ എന്താണ്, വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡിസഡ്വാൻറ്റേജും കൂടെ ആയിട്ട് എഴുതാം. എന്താണ്, ഇറ്റ് ഈസ് നോട്ട് സോ ഈസി, അത്ര ഈസി അല്ലാത്ത ഒരു മെത്തേഡാണ് ചെക്ക് ലിസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെല്ലാം ഇല്ല, സിമ്പിൾ ചെക്ക് ലിസ്റ്റ് ഒക്കെ, അതുകൊണ്ടാണ് അതിൽ ഡിസഡ്വാൻറ്റേജിൽ അത് എഴുതാതെ പോയിരിക്കുന്നത്. സിമ്പിൾ ആണെങ്കിലും അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഫോഴ്സ്ഡ് ചെക്ക് ലിസ്റ്റിലേക്ക് വരുമ്പോഴേക്കും അതെന്താണ്, അത് വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ ജനറൽ ആയിട്ട് പറയാം, ആ ഒരു ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക് കുറച്ച് സമയം എന്താണ് കൂടുതൽ ചെലവഴിക്കേണ്ട വൺ ഓഫ് ദി ടെക്നിക്കാണ്. ക്ലിയർ? ഇനി മൂന്നാമത്തെ ടെക്നിക്കാണ് ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അപ്പൊ നമ്മൾ ഓൾറെഡി എന്തൊക്കെ പറഞ്ഞു? ഓൾറെഡി റേറ്റിംഗ് സ്കെയിൽ പറഞ്ഞു, പിന്നെ നമ്മൾ ചെക്ക് ലിസ്റ്റ് പറഞ്ഞു. മൂന്നാമത്തെയാണ് ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ പറയുന്നത്? ദിസ് മെത്തേഡ് assumes that the performance of the employees follow a normal distribution എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു മെത്തേഡിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ എംപ്ലോയീസ് എന്ന് പറയുന്നത് എന്താണ്, ഒരുവിധം എന്ത് ചെയ്യുന്നു, വലിയ ഭയങ്കരമായിട്ട് എക്സലന്റ് പെർഫോം ചെയ്യുന്നവരുണ്ടാവില്ല, പുവർ ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കില്ല. ഒരു സാധാരണ നിലയിൽ എല്ലാവരും വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു അസംഷനിൽ ചെയ്യുന്ന ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ ടെക്നിക്കാണ് ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അതാണ് പറയുന്നത്. നോർമലി, അതായത് ആരും വലിയ കേമന്മാരും തീരെ പൂർവ്വമല്ല, ഒരുവിധം നന്നായി തന്നെ അവർ കാര്യങ്ങൾ ചെയ്യുന്നു. ദി പെർഫോമൻസ് ഓഫ് മെജോറിറ്റി ഓഫ് ദി എംപ്ലോയീസ്, കണ്ടോ, ഇപ്പൊ ഒരുവിധം ഒരു 100 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അതിൽ ഒരുവിധം എംപ്ലോയീസ് ഒക്കെ എങ്ങനെയായിരിക്കും, വിൽ ബി അറൌണ്ട് ദി ആവറേജ് ഓർ മീഡിയം ലെവൽ. അപ്പൊ കുറച്ച് എംപ്ലോയീസ് ഒക്കെ എടുത്ത് നോക്കി, ഒരുവിധം എംപ്ലോയീസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്, ഒരു ആവറേജ് ലെവലിലോ അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിലോ ആണ് വർക്ക് ചെയ്യുക. അപ്പൊ അതാണ് ഇതിന്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത്. കണ്ടോ, എസ്യൂംസ് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഒരു ധാരണ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ എംപ്ലോയീസും എന്ത് ചെയ്യുന്നു, കുഴപ്പമില്ല, ഒരുവിധം നന്നായി തന്നെ അവർ വർക്ക് ചെയ്യും എന്നുള്ള അസംഷനാണ് ചെയ്യുന്നത്. ഓൺലി, ഇനി എങ്ങനെയാണ് ഈ മെത്തേഡിൽ പറയുന്നത്, ഓൺലി few employees performance will be extreme good or extreme poor. അതായത് കുറച്ച് പേരുടെ വർക്ക് മാത്രമാണ് വളരെ നല്ലതെന്നും വളരെ പുവർ എന്നും പറയാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ ഉള്ള എന്താണ്, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വേരിയേഷൻസ് ഒന്നും എന്തിലുണ്ടാവില്ല, എംപ്ലോയീസിന്റെ പെർഫോമൻസിൽ ഉണ്ടാകില്ല എന്നുള്ളൊരു അസംഷനിൽ അവരെ അപ്രൈസൽ നടത്തുന്ന അല്ലെങ്കിൽ അവരെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? അതായത് ഈ ഒരു മെത്തേഡിന്റെ ഏറ്റവും വലിയൊരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് അല്ലെങ്കിൽ ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് ടു സ്പ്രെഡ് ദ എംപ്ലോയീസ് ഓവർ ദ റേറ്റിംഗ് സ്കെയിൽ. അതായത് ഈ ഒരു ഇതിലെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, റേറ്റിംഗ് സ്കെയിൽ എടുക്കുകയാണെങ്കിൽ അതിൽ എല്ലായിടത്തും ആളുകൾ എന്ത് ചെയ്യും, ഇങ്ങനെ പരന്ന റേറ്റിംഗ് സ്കെയിലിൽ കിടക്കുന്നുണ്ടാവും. അതായത് അതിലെ എക്സ്ട്രീംസുകളായിട്ടുള്ള, എക്സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ ഏറ്റവും വരുന്നതും റൈറ്റിൽ ഏറ്റവും ഇതിൽ വരുന്ന ആ ഒരു സ്കെയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ നടുവെടുത്താൽ, ഇപ്പോൾ നമ്മൾ നടുവെടുക്കുക, അതിന്റെ ലെഫ്റ്റ് സൈഡും ഉണ്ടായിരിക്കും, റൈറ്റ് ഒരു നമ്മുടെ സ്കെയിൽ ആലോചിക്കാം, അതിന്റെ സെന്റർ എടുക്കുക. ആ സെന്റർ എടുത്തിട്ട് അപ്പൊ അതിന് 2 പാർട്ട് പോലെ ആയില്ലേ, സ്കെയിലിന്റെ ലെഫ്റ്റ് സൈഡിലും അതിന്റെ അറ്റം എന്ന് പറയുന്നത്, റൈറ്റ് സൈഡിൽ അതിന്റെ അറ്റം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ എക്സ്ട്രീംസ് എന്ന് പറയുന്നത്. ആ എക്സ്ട്രീംസിൽ ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും അറ്റത്ത് എക്സ്ട്രീം എന്നും എക്സ്ട്രീം
എക്സലന്റ് എന്നും ആ സ്കെയിലിന്റെ റൈറ്റ് സൈഡിൽ എക്സ്ട്രീം പുവർ എന്നും മാർക്ക് ചെയ്യും. എന്നിട്ട് അതിലേക്ക് ആരും പോവില്ല ഈ മെത്തേഡിൽ. എന്താ വെച്ചാൽ ഇതിന്റെ അസംഷൻ എന്താണ്, അങ്ങനെ ആരും ഉണ്ടാവില്ല, ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ നല്ലത് എന്നുള്ള രീതിയിലാണ് അല്ലെ. ബാക്കിയുള്ള അതിന്റെ ആ സ്കെയിലിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യും, എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കും. അപ്പൊ ആരും മോശക്കാരനല്ല, ആരും അത്ര നല്ലവനുമല്ല എന്ന രീതിയിലായിരിക്കും ഈ ഒരു മെത്തേഡ് അവരുടെ അപ്രൈസൽ നടത്തുന്നത്. അതാണ് പറയുന്നത് ഈസ് ടു സ്പ്രെഡ് ദ എംപ്ലോയീസ് ഓവർ ദി റേറ്റിംഗ് സ്കെയിൽസ്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദിസ് മെത്തേഡ് എലിമിനേറ്റ്സ് സബ്ജക്റ്റീവ് ഒപ്പീനിയൻ ഓഫ് ദി സൂപ്പർവൈസേഴ്സ് ഇൻ മേക്കിംഗ് ദ പെർഫോമൻസ് ഇവാലുവേഷൻ. ഇപ്പൊ യു ഹാവ് ഓൾറെഡി നോ വാട്ട് ഈസ് സബ്ജക്റ്റീവ് എന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അത് പേഴ്സണൽ ഇൻഫ്ലുവൻസുകളൊന്നും ഇല്ലാത്തത്. പക്ഷെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, സബ്ജക്റ്റീവ് ഒപ്പീനിയൻ ഓഫ് ദി സൂപ്പർവൈസേഴ്സ് ഇൻ മേക്കിംഗ് ദ പെർഫോമൻസ് ഇവാലുവേഷൻ. അതായത് ഈ മെത്തേഡിൽ നമുക്ക് സൂപ്പർവൈസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സാധാരണ വർക്കേഴ്സിന്റെ സൂപ്പർവൈസേഴ്സ് ആണ് അവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻസ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അത് ഇപ്രാവശ്യം അയാൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഇന്നതാണ്, ഇപ്രാവശ്യത്തേക്ക് അയാൾ നല്ല വർക്കറാണ് പക്ഷെ എന്തുകൊണ്ടോ ഇപ്രാവശ്യം ആയില്ല, അങ്ങനെയുള്ള സൂപ്പർവൈസേഴ്സ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, താങ്ങും. അപ്പൊ നിങ്ങൾ തന്നെ എന്തെങ്കിലും നിങ്ങൾ ക്ലാസ്സിൽ ഇഷ്യൂ ഉണ്ടായാൽ നിങ്ങൾ ക്ലാസ് ടീച്ചേഴ്സ് ആണ് അല്ലെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യും, ആ കുട്ടി കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് പറ്റിപ്പോയതാണെന്നൊക്കെ പറയും. അപ്പൊ അതേപോലെ സൂപ്പർവൈസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു തരത്തിലും അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഇതിനകത്ത് കൊടുക്കാൻ പറ്റില്ല. അത് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. കാരണം അയാൾ വളരെ നല്ലവനാണെങ്കിൽ പോലും എന്താണെന്നാണ് പറയണത്, ഈ ഒരു ആ ഒരു എക്സലന്റ് എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു സ്കെയിലിലേക്ക് വരില്ല. മൊത്തം ഈ സ്കെയിലിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ആവറേജ് എന്നുള്ള രീതിയിലേക്ക് മാർക്ക് ചെയ്ത് പോകും. അപ്പൊ നല്ല ഇപ്പൊ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ലൊരു വർക്കറിനെ എന്ത് ചെയ്യാണ്, തിരിച്ചറിയപ്പെടാതെ പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതായത് അങ്ങനെ ഇല്ല എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നല്ലൊരു വർക്കർക്ക് എന്ത് ചെയ്യില്ല, അയാൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള അംഗീകാരം കിട്ടാതെ പോകുന്നു. അതാണ് ഇതിന്റെ ഒരു അതിന്റെ ഒരു ഇന്നർ മീനിങ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് എലിമിനേറ്റ്സ് സബ്ജക്റ്റീവ് ഒപ്പീനിയൻ ഓഫ് ദി സൂപ്പർവൈസേഴ്സ് ഇൻ മേക്കിംഗ് ദി പെർഫോമൻസ് ഇവാലുവേഷൻ. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കണം. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, കുഴപ്പമില്ല കേട്ടോ, ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ആവർത്തിച്ച് കേൾക്കുക, അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, നമുക്ക് ഇനി അതിന്റെ നാലാമത്തെ മെത്തേഡിലേക്ക് പോകാം. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ്. നാലാമത്തെ മെത്തേഡാണ് ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. The method assumes that the performance of the employees is evaluated on the basis of എങ്ങനെ evaluate ചെയ്യണമെന്നാണ് പറയുന്നത്, certain critical incidents that determine its failure or success in the organization. എന്താണ് ഇതിൽ പറയുന്നത്, അതായത് ചില ക്രിട്ടിക്കൽ ഇൻസിഡൻസ്, ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില സംഭവങ്ങൾ, അതനുസരിച്ചിട്ടാണ് ഓരോ എംപ്ലോയീസിനെയും എന്ത് ചെയ്യണത്, ഇവാലുവേറ്റ് ചെയ്യണത്. അതാണ് ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഒരു ക്രിട്ടിക്കൽ ഇൻസിഡന്റിൽ ഇവരെങ്ങനെ പെരുമാറി, അത് ആ ഒരു ഇൻസിഡന്റിന് ശേഷം ആ ഒരു സംഭവം നടന്ന് അവർക്കത് വിജയിപ്പിക്കാൻ സാധിച്ചോ അല്ലെങ്കിൽ അവരതിൽ പരാജയപ്പെട്ടോ എന്നതിനെ നോക്കിയിട്ട് അവരെ റേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ്. എങ്ങനെയാണ് ചെയ്യുന്നത്, എംപ്ലോയി ഈസ് ഇവാലുവേറ്റഡ്, നോക്കാം ശ്രദ്ധിക്കുക, ഓൺ ദ ബേസിസ് ഓഫ് സർട്ടൺ ക്രിട്ടിക്കൽ ഇൻസിഡൻസ്. ചില ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില സംഭവങ്ങൾ അവിടെ നടക്കും. ആ സമയത്ത് അവർ എങ്ങനെ പെരുമാറി, ആ പെരുമാറിയത് കൊണ്ട് അവർക്ക് സക്സസിലേക്ക് എത്താൻ പറ്റിയോ അല്ലെങ്കിൽ അത് തീർത്തും പരാജയമായോ എന്നുള്ളത് കൺസിഡർ ചെയ്യും. അതാണ് ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദീസ് ഇൻസിഡൻസ് ആർ റെക്കോർഡഡ് ബൈ ദി സൂപ്പർവൈസേഴ്സ് ആസ് ആൻഡ് വെൻ ദേ ഒക്കർ. ഈ ഇൻസിഡൻസ് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, സൂപ്പർവൈസേഴ്സ് എപ്പോഴാണ് ഒരു സംഭവം അവിടെ നടക്കുന്നത്, ആ സംഭവത്തിൽ എംപ്ലോയീസ് എങ്ങനെ അവരത് എങ്ങനെ ഫേസ് ചെയ്തു എന്നുള്ളത്, ആ സംഭവം എപ്പോഴൊക്കെ നടക്കുന്നുവോ ആ സമയങ്ങളെല്ലാം സൂപ്പർവൈസേഴ്സ് റെക്കോർഡ് ചെയ്ത് വെക്കും. Clear. These incidents are recorded by the supervisors as and when they occur എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ചില ഇൻസിഡൻസിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, അതായത് എന്തെങ്കിലും ഒരു പുതിയ അസൈൻമെന്റ് കൊണ്ടുവന്നു വിചാരിക്കുക, ഓർഗനൈസേഷനിൽ ഒരു അസൈൻമെന്റ് അല്ലെങ്കിൽ പുതിയൊരു വർക്ക് കൊണ്ടുവന്നു. അപ്പൊ അതിനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, കുറെ എംപ്ലോയീസ് ചിലപ്പോൾ അതിനെ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ അവരതിനെ ആക്സെപ്റ്റ് ചെയ്യാം, ചിലർ അതിനെ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. അപ്പൊ അതാണ് ഒരു പ്രത്യേക ഒരു വർക്ക് അവിടെ കൊണ്ടുവന്നു, അപ്പൊ അതിനോട് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു, കുറെ പേര് പോസിറ്റീവായിട്ട് പറഞ്ഞു, കുറെ പേര് നെഗറ്റീവായിട്ട് പറഞ്ഞു. അപ്പൊ അതോടനടി സൂപ്പർവൈസർ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്ത് വെക്കും, ആരൊക്കെ അതിനെ പോസിറ്റീവ്ലി കണ്ടു, ആരൊക്കെ നെഗറ്റീവ്ലി കണ്ടു. പിന്നെ നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്, ഒരു എംപ്ലോയിക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു കമ്പനിയിൽ പെട്ടെന്ന് ഒരു അപകടം നടന്നു അല്ലെ, ഒരു കമ്പനിയാണ്, മെഷീൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകാം, ഒരു ആക്സിഡന്റ് അവിടെ നടന്നു. ആ സമയത്ത്
തൻ്റെ കോ വർക്കറിനെ രക്ഷിക്കാനായിട്ട് ആ എംപ്ലോയി അല്ലെങ്കിൽ ആ വർക്കർ എന്താണ് പെട്ടെന്ന് ചെയ്തത്. പലരും പല രീതിയിൽ നിൽക്കുമല്ലേ, ചിലർ പകച്ചു നിന്ന് പോവാം, ചിലർ ഉടനടി എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് എയ്ഡിന്റെ കാര്യങ്ങൾ എടുക്കാം, ചിലരൊന്ന് ഓടിപ്പോവാം അല്ലെ, അവനവന്റെ ജീവൻ രക്ഷിച്ച്. അപ്പൊ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ നടക്കുമ്പോൾ ഇവരെങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, അതനുസരിച്ചിട്ട് അവർക്ക് മാർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ്. ക്ലിയർ ആയോ? എന്താണ് ഈ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ദിസ് മെത്തേഡ് ക്യാൻ മോട്ടിവേറ്റ് എംപ്ലോയീസ് ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. ശരിയല്ലേ? അത് ഇങ്ങനെയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അവർ വളരെ ശ്രദ്ധയായിരിക്കും അവർക്ക് തോന്നും ഞാൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, എൻ്റെ ഈ പെരുമാറ്റം നോക്കിയിട്ടാണ് എനിക്ക് മാർക്ക് വരാൻ പോകുന്നത്. അപ്പം നമ്മൾ പെർഫോമൻസ് അപ്രൈസിന് മുൻപേ പറഞ്ഞിരുന്നു, ഇത് നോക്കിയിട്ടാണ് അവരുടെ പ്രൊമോഷനോ അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ദി സാലറി ഒക്കെ തീരുമാനിക്കാം. അപ്പം ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെയാണ്. അപ്പം അവർ ഒരു സന്ദർഭം ഉണ്ടായാൽ അതിനോട് എന്ത് ചെയ്യും, പോസിറ്റീവ്ലി പെരുമാറാനായിട്ട് നോക്കും. അപ്പം അതാണ് പറയുന്നത്, ഇത് എപ്പോഴും ഈ ഒരു മെത്തേഡ് എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും ദിസ് മെത്തേഡ് ഓൾവേസ് മോട്ടിവേറ്റ് എംപ്ലോയീസ് ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ് ഓഫ് എന്താണ്, അല്ലെങ്കിൽ ടെക്നിക് ഓഫ് ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്. ക്ലിയർ? പക്ഷെ എന്തുണ്ട്, എല്ലാത്തിനും നമ്മൾ പറഞ്ഞാണല്ലേ, ഇറ്റ്സ് ഓൺ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ടായിരിക്കും. എന്താണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? This method often focuses on the negative incidents rather than positive incidents. ശരി തന്നെയാണ്. നമ്മുടെ ജീവിതം എടുത്ത് നോക്കിയാൽ മതി, നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്താലും നമ്മൾ അതിലൊരു ചെറിയൊരു തെറ്റായ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ ഓർക്ക് എങ്ങനെയായിരിക്കും, അത് തെറ്റായിട്ടുള്ള കാര്യമായിരിക്കും. അതേപോലെ തന്നെയാണ് ഈ ഒരു മെത്തേഡിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒരുപാട് പോസിറ്റീവ് ഇൻസിഡൻസ് നടന്നിട്ടുണ്ടാവും ആ എംപ്ലോയിയുടെ സമയത്ത്. പക്ഷെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ചിലപ്പോൾ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അയാൾക്ക് വിചാരിച്ച പോലെ അവിടെ പെരുമാറാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അതായിരിക്കും എന്ത് ചെയ്യുക, ഈ മെത്തേഡ് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ നെഗറ്റീവ്സുകളാണ് എപ്പോഴും എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് ജീവിതത്തിൽ അത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ വളരെ നല്ല കുട്ടിയായിരുന്നു, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിൽ ഒരു ചെറിയൊരു കറവിടാൻ എന്ത് മതി, നമുക്കൊരു ചെറിയൊരു കാര്യം നമ്മൾ തെറ്റായി ചെയ്താൽ മതി. അതായിരിക്കും കൂടുതൽ ആളുകൾ ഓർത്തിരിക്കുക. എനിവേ, അപ്പൊ ഈ മെത്തേഡിന്റെ ഒരു ലിമിറ്റേഷൻ ആണെന്ന് പറയുന്നത്, നെഗറ്റീവ് ഇൻസിഡൻസുകൾ കൂടുതൽ ഇത് ഫോക്കസ് ചെയ്യും. അത് ഇപ്പൊ എത്ര നല്ലത് ചെയ്താലും ചിലപ്പോൾ എംപ്ലോയി ചെയ്ത നെഗറ്റീവ് ഇൻസിഡന്റ് ആയിരിക്കും അവിടെ ഓർത്ത് വെക്കപ്പെടുക. അതനുസരിച്ചായിരിക്കും അയാളെ ചിലപ്പോൾ റേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ? അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ ഇൻസിഡൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അഞ്ചാമത്തെ മെത്തേഡാണ്, ദാറ്റ് ഈസ് എന്താണ്, ബിഹേവിയറലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ. അപ്പൊ ഫിഫ്ത്ത് ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നതാണ് ബിഹേവിയറലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ മെത്തേഡിൽ? അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ്, points are assigned for statements of effective and ineffective behavior of employees. മറ്റേ മെത്തേഡ് പറഞ്ഞ പോലെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് എന്നുള്ളതല്ല, ഇവരുടെ പെരുമാറ്റം, അതായത് ഇവരുടെ പെരുമാറ്റം ഇഫക്റ്റീവ് ആയിരുന്നോ, ഇവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ ബിഹേവിയർ ഇൻഎഫക്റ്റീവ് ആയിരുന്നോ എന്നതിന്റെ ബേസിസിൽ ആ ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യുന്നു, പോയിന്റ്സുകൾ അസൈൻ ചെയ്തിട്ട് അവർ അതിൽ മാർക്ക് നോക്കി ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് കണ്ടോ ബിഹേവിയറലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ക്ലിയർ? എങ്ങനെയാണ് ഈ മെത്തേഡിൽ പറയുന്നത്? പോയിന്റ്സുകൾ എങ്ങനെ കൊടുക്കുന്നു, എംപ്ലോയീസിന്റെ പെരുമാറ്റം ഇഫക്റ്റീവ് ആയോ ഇൻഎഫക്റ്റീവ് ആയോ എന്ന് നോക്കിക്കൊണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് എന്ത് പറയാം, നമ്മൾ പറഞ്ഞ ക്രിട്ടിക്കൽ ഇൻസിഡന്റ് പോലെ തന്നെ അതും ഇങ്ങനെ തന്നെയാണ്. എന്നാലും ഇവരുടെ പെരുമാറ്റത്തെ കൂടുതൽ എന്ത് ചെയ്യുന്നു നോക്കിയിട്ട് പോയിന്റ്സ് കൊടുക്കുന്ന മെത്തേഡാണ്. ഇങ്ങനെയായിരിക്കും ഈ പോയിന്റ്സ് എന്ന് പറയുന്നത്. ദ പോയിന്റ്സ് ആർ ബേസ്ഡ് ഓൺ സർട്ടൺ ഡിസയേർഡ് ബിഹേവിയർ ഓഫ് എംപ്ലോയീസ്. പക്ഷെ ഇവിടെ പ്രത്യേകത, അപ്പൊ അവിടെ ഒരു ഇൻസിഡന്റ് ഒന്നും പോലെയല്ല. അപ്പൊ ക്രിട്ടിക്കൽ ഇൻസിഡന്റ് എന്നുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് എന്താണ്, ഇവിടെ ഇവരിൽ നിന്ന് ചില പെരുമാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷിക്കുന്ന പെരുമാറ്റം തന്നെയാണോ, ബിഹേവിയർ തന്നെയാണോ ഇവരിൽ നിന്ന് വന്നത്? ഇപ്പൊ നമ്മൾ തന്നെ ക്ലാസ്സിൽ പറയില്ല, ഇപ്പൊ എക്സാമ്പിൾ എടുത്ത് പറയുമ്പോൾ അതാണ് ഞാൻ. ഇപ്പൊ നമ്മളൊരു കുട്ടിയെ കുറിച്ചിട്ട് ഒരു ടീച്ചർക്ക് ഒരു ഇതുണ്ടായിരിക്കും, ഈ കുട്ടി ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും തെറ്റാ കുട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും, തന്നിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്ന് നമ്മൾ പറയും, ഇല്ലേ? അപ്പൊ നമ്മൾ ആ കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കമ്പനി ഒരു വർക്കറിൽ നിന്ന് ഇങ്ങനെയാണ് ഇയാൾ പെരുമാറേണ്ടത് എന്ന് കമ്പനി എന്ത് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ട് പോയിന്റ്സ് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ബിഹേവിയറലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ. അല്ലേ? ഇത് കമ്പനി ഒരാളിൽ നിന്നാണ് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്നത് തന്നെയാണോ അയാൾ തരുന്നത് എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് മാർക്ക് ചെയ്യുന്നു. ക്ലിയർ?
എന്താണ് ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ദിസ് മെത്തേഡ് ഈസ് ഒബ്ജക്റ്റീവ് ആണ്. മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? വളരെ ഒബ്ജക്റ്റീവ് ആണ്. ഒരു പേഴ്സണൽ ഇൻഫ്ലുവൻസുകളൊന്നും സാധാരണ രീതിയിൽ വരാൻ സാധ്യതയില്ല. കാരണം നമ്മൾ മുൻകൂട്ടി ഇയാളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് എന്ത് ചെയ്തു മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് പേഴ്സണൽ ഇൻഫ്ലുവൻസുകളൊന്നും ഇല്ലാത്തൊരു മെത്തേഡാണ്. മാത്രമല്ല ഈ മെത്തേഡ് ഇഫ് യൂസ്ഡ് പ്രിസൈസ്ലി, കൃത്യമായി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് മെത്തേഡ് ക്യാൻ എലിമിനേറ്റ് റേറ്റിംഗ് എറേഴ്സ്. അതായത് നമ്മൾ റേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില തെറ്റുകളൊക്കെ എന്ത് ചെയ്യാം, ഒരുവിധമൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് ബിഹേവിയറലി ആങ്കേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്, റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നല്ല മെത്തേഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ വലിയ തെറ്റുകളൊന്നും ഇല്ലാതെ എംപ്ലോയീസിനെ റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എന്താണെന്നാണ് പറയുന്നത്? ദ ഡിസൈർഡ് ബിഹേവിയർ ഓഫ് ദി എംപ്ലോയീസ് ആർ ഡിസൈഡഡ് ബൈ ദി സൂപ്പർവൈസർ. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് ഒരു എംപ്ലോയി എങ്ങനെ പെരുമാറണം എന്നുള്ളത് ആര് തീരുമാനിക്കും? സൂപ്പർവൈസർ തീരുമാനിക്കും. നമുക്കൊക്കെ നമ്മുടേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പെരുമാറുന്നുണ്ടായിരിക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സൂപ്പർവൈസർ മുൻകൂട്ടി ഇങ്ങനെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഈ എംപ്ലോയി ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. അതിനപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അയാൾക്ക് നെഗറ്റീവ് മാർക്സോ അല്ലെങ്കിൽ ലെസ് പോയിന്റ്സുകളോ കിട്ടും. അപ്പൊ അതാണ് ഇതിന്റെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ എംപ്ലോയീസ് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ആര് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും? സൂപ്പർവൈസർ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. അയാൾ തീരുമാനിച്ച പ്രകാരമല്ല എംപ്ലോയി ബിഹേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടനടി അയാളുടെ എന്ത് ചെയ്യാം? അയാൾക്ക് നെഗറ്റീവ് പോയിന്റ്സുകൾ വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ? ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 5 എന്താണ് ട്രഡീഷണൽ മെത്തേഡ്സുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത്. ഫസ്റ്റ് വൺ നമ്മൾ റേറ്റിംഗ് സ്കെയിൽ പറഞ്ഞു, സെക്കൻഡ് ഏത് പറഞ്ഞു? ചെക്ക് ലിസ്റ്റ് പറഞ്ഞു, തേർഡ് നമ്മൾ പറഞ്ഞത് ഏതാണ്? ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് പറഞ്ഞു, ഫോർത്ത് വൺ ഏതായിരുന്നു? ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ് പറഞ്ഞു, ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ബിഹേവിയറലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ. എല്ലാ മെത്തേഡുകളും എന്താണ് നമ്മൾ ഇത്രയൊക്കെ ആ ഒരു പോയിന്റ്സുകളൊക്കെ തന്നെയാണ് അതിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളും ഓരോന്നിൻ്റെയും അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ആലോചിക്കുക, 5 എണ്ണമായി കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി 5 എണ്ണം കിടക്കുന്നുണ്ട്. അതെന്ത് ചെയ്യാം? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമ്മുടെ ക്ലാസ് ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. Okay, thank you for watching my video. We will continue in the next class. Wishing you all a wonderful day. Thank you.